കോട്ടയം മൂന്നിലവ് പഞ്ചായത്ത് പ്രസിഡന്റ് സെലീന ജോസഫ് രാജിവെച്ചു. പ്രസിഡന്റിനെതിരെ UDF അവിശ്വാസ പ്രമേയ നോട്ടീസ് നൽകിയിരുന്നു. അവിശ്വാസം ചർച്ചയ്ക്കെടുക്കും മുൻപാണ് രാജിവെച്ചത്. സ്വതന്ത്ര അംഗമായ സെലീനയെ LDF അംഗങ്ങളും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവും പിന്തുണച്ചാണ് പ്രസിഡന്റാക്കിയത്. വിശദാംശങ്ങളുമായി അജിത് ബാബു ചേരുന്നുണ്ട് കോട്ടയത്ത് നിന്നും. അജിത്തെ, എന്താണ് ഈ മൂന്നിലവ് പഞ്ചായത്തിൽ നിലനിന്നിരുന്ന പ്രശ്നം? ഈ അവിശ്വാസ പ്രമേയ നോട്ടീസ് കൊണ്ടുവരാനുള്ള സാഹചര്യം എന്തായിരുന്നു? ഈ നോട്ടീസ് ചർച്ചയ്ക്കെടുക്കും മുൻപേ തന്നെ പ്രസിഡന്റിന്റെ രാജി ഉണ്ടായല്ലേ? 20-നാണ് ഈ അവിശ്വാസം ചർച്ചക്കെടുക്കാൻ തീരുമാനിച്ചിരുന്നത്. 8 അംഗങ്ങളാണ് ഈ അവിശ്വാസത്തിൽ ഒപ്പുവെച്ചിരിക്കുന്നത്. ആകെ 14 അംഗങ്ങളാണുള്ളത്. സ്വാഭാവികമായും അവിശ്വാസം പാസ്സാകുമെന്ന് ഉറപ്പായതോടുകൂടിയാണ് ഒരു നാണക്കേട് ഒഴിവാക്കാനായുള്ള ഒരു രാജി. ഇവിടെ കുറച്ചു കാലമായി തർക്കങ്ങൾ ഉൾപ്പെടെ നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നത്. കാരണം ഏകാധിപത്യ നിലപാടാണ് പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നതെന്നുൾപ്പെടെയുള്ള കാര്യങ്ങളായിരുന്നു പ്രധാനമായും ഉയർന്ന വിമർശനം. LDFും അതുപോലെ തന്നെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലെ അംഗം ഉൾപ്പെടെ പിന്തുണച്ചുകൊണ്ടായിരുന്നു നേരത്തെ പ്രസിഡന്റായത്. അതുൾപ്പെടെ അന്ന് വാർത്തയാകുന്ന പശ്ചാത്തലം ഉണ്ടായിരുന്നു. പിന്നീട് ഇപ്പോൾ ജോസഫ് വിഭാഗത്തിലെ അംഗം ഉൾപ്പെടെ ഒപ്പിട്ടാണ് അവിശ്വാസം കൊണ്ടുവന്ന പശ്ചാത്തലം ഉണ്ടായതോടുകൂടിയാണ് ഇത്തരത്തിൽ ഏതാണെങ്കിലും സ്ഥാനം നഷ്ടപ്പെടുമെന്ന് ഉറപ്പായതോടെ പ്രസിഡന്റ് ഇത്തരത്തിൽ രാജിവെക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. ഏതാണെങ്കിലും ഇക്കാര്യത്തിൽ അവിടെ കുറച്ചു കാലങ്ങളായി നിന്നിരുന്ന തർക്കങ്ങളാണ് ഏതാണ്ട് ഈ അവസാന ഘട്ടത്തിലേക്ക് ഈ കാര്യങ്ങളിലേക്ക് എത്തിച്ചതെന്നുള്ളതാണ് മനസ്സിലാവുന്നത്. അത്തരത്തിൽ വലിയ പ്രതിസന്ധികൾ ഇവർക്കിടയിൽ നിന്നിരുന്നു, അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിന്നു. അതാണ് ഒരു അവിശ്വാസമായ രംഗത്ത് വരികയും ഇപ്പോൾ സ്ഥാനം തന്നെ നഷ്ടപ്പെടുന്ന സാധ്യതയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുള്ളത്.